Get me Prasad. Sir, പത്രക്കാരാകെ ചൂടാണ്. ഇത് മഹാ ചമ്മാടിത്തരമാണ്. ഞങ്ങളെ മുന്നിൽ വിടില്ലെന്ന് പറഞ്ഞാൽ പ്രസിനെ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വിടാൻ പാടില്ല. വിട്ടിട്ട് വേണം നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് പൊതുക്കിയെന്നും പറഞ്ഞ് സകലവന് നാളെ എഡിറ്റോറിൽ എഴുതാൻ. ഇതിപ്പോ തടഞ്ഞു എന്നല്ലേ പരാതി വരും. അത് ഞാൻ ഫേസ് ചെയ്തോളാം. നോക്കി നിൽക്കാം. ഇതുങ്ങളെ ഇവിടെ പിടിച്ച് മാറ്റണോ? സർ, ഞാൻ അവിടെ അവരെ പറഞ്ഞു സ്റ്റോപ്പ് ഫോം ചെയ്യൂ. Come on, let's sort this out. സർ, ഇതാണ് സ്ട്രീറ്റിന്റെ സൗത്ത് എൻട്രൻസ്. അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ. ഗുഡ്. ഇത് നോർത്ത് എൻട്രൻസ്. ഇതും ഈ 4 ഇടറോഡുകളും ലഹളക്കാര് ആൾറെഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് we will have to discuss some other action plan. സർ, ഇനിയും നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ തെരുവ് മുഴുവൻ അവർ കത്തിക്കും. പിന്നെ എന്ത് വേണമെന്നാടോ? ബഹളം തുടങ്ങി ഇത്രാമത്തെ മിനിറ്റിൽ തോക്കെടുത്ത് വെടിവെച്ചോളാം താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? തോക്കെടുക്കില്ല എന്ന് താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഇനി എന്ത് കോപ്പ് ഹാൻഡിൽ ചെയ്യുന്ന? ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തതോ? Tell me, what's being done? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെ ഇരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്സ് ശങ്കർ. കം ഓൺ, ബ്രീഫ് മീ. സർ, ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned into resort to firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. Like hell you know.
ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ, അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ, അതും പോരാൻ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ ഇഡിയറ്റ്. സർ, ഓഫീസർ, സർ, you look as if you have gone through it, sir. Now come on, take charge, sir. Come on, advance, Mr. Joseph. Now get the hell out of my way. Come on. Now come on, all of you, go on. Take position. Come on, move. ഉറുപ്പേ വരുന്നു. ഹലോ, അതെ, ഇതാ കൊടുക്കുന്നു. ലോറൻസ് മാഷാ കൊച്ചിന്ന്. അലക്സാണ്ടർ, ഇത് കണ്ടോ? അലക്സാണ്ടർ, ലാൽ സലാം. കണ്ടോന്ന്? ആ, പത്രം കണ്ടില്ലേ? അത്രയൊക്കെ തന്നെ ഞാനും അറിഞ്ഞുള്ളൂ. ഇല്ല, മോനെ നേരിട്ട് ലൈനിൽ കിട്ടിയില്ല ഇതുവരെ. എവിടുന്നെങ്കിലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ സോൺ DIG വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇല്ലില്ല, 15ന് ഞാൻ ഉണ്ടാവില്ല. ഒരു ജാപ്പനീസ് ടീം വരുന്നു നമ്മുടെ ചെമ്മീൻ ഫാമിലേക്ക്. ഓ, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈർക്കൽ പാർട്ടികൾ വന്നില്ലേലും നിങ്ങൾ വലിയേട്ടനും ചെറിയേട്ടനും ഇടം വലം നിന്നങ്ങ് വിപ്ലവം നടത്തിക്കളഞ്ഞാ മതിയല്ലോ. പിന്നെന്താ? ആ, 19 വെച്ചോ, ഞാൻ ഉണ്ടാവും. റൈറ്റ്. ഉറുപ്പേ, ഓ, ഡയറിയിൽ നോട്ട് ചെയ്തോണം. 19 ലേസൺ കമ്മിറ്റി. ഓ, ഞാൻ പോയില്ല. രാജ്യസഭ പിരിഞ്ഞ് സദാശിവൻ നാളെ ഡൽഹിയിൽ നിന്ന് വരും. അയാള് പോയാ മതി എന്ന് പറയണം കമ്മിറ്റിക്ക്. ആ, പിന്നെ വേണ്ടേ? ട്രോളിംഗിൻ. നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ. നിങ്ങൾ ആ ഫോൺ എടുത്ത് ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കുഞ്ഞിന്റെ വിവരം എന്നതാണെന്നോ ഒന്ന് അന്വേഷിക്കാൻ. എന്തോന്ന് അന്വേഷിക്കാൻ? അവൻ എന്തെങ്കിലും പറ്റിയോന്നോ? എടി, അവൻ അവന്റെ ജോലിയായി ചെയ്യുന്നത്. ഇതെന്തായാലും അപ്പച്ച സൗണ്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് സിമ്പിൾ ഒന്നുമല്ല. ഇത് കണ്ടില്ലേ, കളക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന്. എന്റെ ഈശോ മാതാവേ, ഇവനെ ചൊല്ലി എന്നും ഇങ്ങനെ തീ തിന്നാനാണ് എന്റെ ഒരു തലവിധി. എന്റെ കർത്താവേ, എനിക്ക് വയ്യേ. അച്ചമ്പട്ടത്തിന് പഠിക്കാൻ ഞാൻ സെമിനാരിയെ കൊണ്ടാക്കിയ കുഞ്ഞ ഒടുവി ദേ ഇപ്പൊ ആളെ കൊന്നതിന്റെ പേരിൽ ഈശോ എനിക്ക് വയ്യേ. അയ്യോ അയ്യോ, എന്റെ കർത്താവേ. ഇനിയിപ്പൊ പ്രഷർ ഷൂട്ട് ചെയ്യും, പാൽപിറ്റേഷൻ വരും. കൊച്ചേ, നീ ആ ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവിടെ നാക്കിന്റെ അടിയിലിട്ടോടെ. ദേ, നിങ്ങൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചോളാം. കുറിപ്പേ, ഇയാളെ കൊച്ചുമത്രാസിന്റെ അരമനയിലോട്ട് വിളിച്ചിട്ട് ഈ കുന്ത എന്റെ മുറിയിലോട്ട് കുത്തിയതാ. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ കയ്യും കാലും ധരിക്കുന്നു. എഴുന്നേറ്റ് പോക്ക് ശേഷം മനുഷ്യൻ ഇവിടെ ആദ്യം ധരിക്കുമ്പോഴാ എന്റെ ഒരു മുട്ടുകുത്തി പ്രാർത്ഥന. നോക്കി നിന്ന് നിൽക്കാതെ വിളിച്ച് കുത്തിയതാടാ ഉറുപ്പേ. ഓ, ഓ, എനിക്കെന്റെ ഓർമ്മയുണ്ടോടോ? നമ്മള് ചങ്ങങ്കരിക്കടവിന്ന് ഫിഷിംഗ് ബോട്ടെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി 10-40 കൊല്ലം കഴിഞ്ഞിട്ടും വല്ല മാറ്റം ഉണ്ടോടോ ഈ സാധനത്തിന്? അല്ലാതെ അപ്പച്ച, ഓപ്പോസിറ്റ് ക്യാൻസൽ CM-നെ മറ്റു വിളിച്ചിട്ട് അപ്പച്ചന് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കായിരുന്നു. ഓഹോ, എടോ കുറുപ്പേ, താൻ ആ മണിപ്പാലെന്ന് വിളിച്ചു ചോദിച്ചേ ഇവിടെ ക്ലാസ് എന്നാ തുടങ്ങുന്നേന്ന്. ഇവിടെ നിന്നാലേ ഇവള് ശരിയാകത്തില്ല. അതല്ല അപ്പച്ച, ഇച്ചായന്റെ സ്വഭാവം ഓർത്തിട്ടാ ഞാൻ. ആ, അതാണ് പ്രശ്നം. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ, പൊളിറ്റിക്കൽ ക്ലൗട്ട് വെച്ച് ഇക്കാര്യത്തിന് അപ്പച്ചൻ മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്താൽ നിന്റെ ചേട്ടനത് പൊറുക്കുമെന്ന്? നോ. നൗ ഡോണ്ട് ബോദർ മോളെ. He will manage by himself. He is my son. Sir, the ministers are approaching. Junction pass ചെയ്തു. Don't you shout. ചെവി കേൾക്കാമോ എനിക്ക്?
Stupid oversmart. എവിടെ പോയി കിടക്കുന്നുണ്ട് കളക്ടർ? ആ അല്ല സാർ, ഇങ്ങനെക്ക് ഈ സമയത്തിന് വന്ന്. ഓ നമസ്കാരം. എന്നെ ഉണ്ട കാണാനാണോ താൻ ഇവിടെ കിടന്ന് ഇടിക്കുന്നേ? എവിടെ ചെന്നാലും അതെ കാലിനിടയ്ക്കറി അങ്ങ് വരയിക്കോളും. ക്ഷമിക്കണം സാറേ, മന്ത്രിക്ക് ഒരു അലജി കൊടുക്കാനാ സ്വാതന്ത്ര്യ സമര പെൻഷന്റെ. അയ്യോ, സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആട്ടെ, അമ്മാവന് ഏതിനാ പോയത്? ഉപ്പ് സത്യാഗ്രഹത്തിനോ അതോ ദണ്ഡിയാത്രയ്ക്കോ? പരിഷ്കരണോ? അല്ലടോ, തനിക്ക് ഞാനൊരു താമ്രപത്രം തരാൻ പോവാ. കൊണ്ടുപോടും അയാൾ പൂനാങ്കൊരു സ്വാതന്ത്ര്യ സമരം. സാർ ഗസ്റ്റ് ഹൗസ് എത്തി സാർ. കരയോ കാപ്പി താഴെ ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഗസ്റ്റ് ഹൗസ് എത്തി സാർ. ഇദ്ദേഹം ഒന്ന് ഇറങ്ങണം. ഗസ്റ്റ് ഹൗസോ? ഓ പത്മനാഭ, മുണ്ടും പോയ. നാളത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വരുവടെ. അയ്യോ, എന്റെ പൊന്നു പിള്ളത്തേക്ക് ഒന്നാട്ടെ മാറിയല്ലോ, തൊട്ട് അശുദ്ധാക്കാതെ. എരപ്പൻ. എന്താ, എന്തു പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചല്ല സാറേ, പെൻഷന്റെ ഒരു അലജി കൊടുക്കുന്നതിനിടയിൽ തിരക്കപ്പെട്ടു പോയതാ. സാരമില്ല, എഴുന്നേക്കാം. ആ, ഉം, ആ, ആ. ഹർജിയിൽ എന്തായിരുന്നാലും ശരി, നമുക്ക് ശ്രമിക്കാം. എന്നെ വന്ന് കണ്ടാ മതി. ഓ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ ജില്ലാ കളക്ടറാണ്. ഓ ഓ ഓ. ദാ, ഇത് വെച്ചോളൂ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ഔദാര്യമായിട്ടല്ല, പെൻഷൻ പണം കിട്ടുമ്പോ തിരിച്ചു തന്നോളൂ. ഇപ്പൊ ഇതൊരു സഹായമായിട്ട് കൂട്ടിയാ മതി. ഓ. കോൺസ്റ്റബിൾ സാർ, കുടിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം. എവിടെയായാലും ശരി. ശരി സാർ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നമുക്ക് ശരിയാക്കാം. Come on. മന്ത്രിമാർ സംഭവസ്ഥലം സന്ദർശിക്കുന്നില്ലേ സർ? ഉണ്ടല്ലോ, വെയിറ്റിംഗ് ഫോർ ദ MP. അദ്ദേഹം കൂടി എത്തണം. അദ്ദേഹത്തിന്റെ ആണല്ലോ. അല്ല ശങ്കർ, എവിടെയോ ജില്ലാ കളക്ടർ? സത്യം പറയാമല്ലോ സാർ, നോ ഐഡിയ. അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ ഞങ്ങൾ 3-4 പേര് ഓടിപ്പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും. ബ്യൂറോക്രസി ആൾവേസ് ഹാസ് ഇറ്റ്സ് ലാഗ്. അല്ലേ പിള്ള ചേട്ടാ? ഓ, Excuse me. വന്നല്ലോ. Good morning, madam. ഗുഡ് മോർണിംഗ്. Good morning, sir. മിസ്റ്റർ ജോസഫ് അലക്സ്, Sir. യു ആർ ലേറ്റ്. Sir, I was... നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക്. ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. Please, sir. ദാ ഈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. റയറ്റ് സ്പോട്ട്, ഒലക്കയുടെ മൂട്. എന്നാത്തിനാടോ ലേഡർ സ്ഥലത്ത് എന്നാത്തിനാടോ കളക്ടർ പോലീസിന്റെ നെഞ്ചത്ത് കയറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കികള്, അവരോട് മതി വേലാ തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താണോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ
തന്റെ നാക്കകം കുഴിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയോ? സർ, മിസ്റ്റർ ജോൺ വർഗീസ്, സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ലോ എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഉളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണം. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. വെറുതെ ജോക്ക് അടിച്ചല്ലേ മണി? ഹായ്, നല്ല ചായ കേട്ടോ. എവിടെയാ അമ്മയുടെ സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. This house looks so grubby. കേട്ടോ, ഇവിടെ വരുന്നവരൊക്കെ പറയുന്നുണ്ടാവൂലേ. It suits my taste anyway. ഈ കളക്ടറുടെ ഫാമിലി ഒന്നുമില്ല ഇവിടെ? അത് ബാച്ചിലറാ. Oh yes, I was told. അരെ വാ, ജോസഫ് അലക്സ്, ക്രോണിക് ബാച്ചിലർ. കോളേജ് ഡേയ്സിലെങ്ങാനും ആരെങ്കിലും പെമ്പിള്ളേര് കളിപ്പിച്ചിട്ടുണ്ടാവും പാവത്തിനല്ലേ? അയ്യോ അതല്ല, അമ്മച്ചി ആലോചിക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഏർലി ദി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഈ ബാച്ചിലേഴ്സ് ആണുങ്ങളൊക്കെ ഭയങ്കര ചൂടാ. They keep on nagging you. സത്യത്തിൽ ഈ കളക്ടേഴ്സ് ബംഗ്ലാവ്സ് ഒക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യണം. എന്തൊരു ചൂടാ. എന്താണോ ഇത്? ആരായി? അത് സർ, മാഡം. മാഡം? What bloody... My goodness! Look what you have done to my clothes. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സൂക്ഷിച്ചു. And who the bloody freak are you? Oh God! I asked you, who the freak are you to order things around here? Sir, I am Anura Mukherjee, Assistant Collector. I'm sorry, sir. നോക്കി നിൽക്കാതെ എടുത്ത് മാറ്റണം. സർ. Sir, I'm sorry, Shut up. sir. ഒന്ന് help you, please. മണി, ഓ Please. Hey. Oh. സുദേവൻ, ജോസഫ് അലക്സ്. അസിസ്റ്റന്റ് കളക്ടർ അക്കോമഡേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഷീസ് ഹിയർ. ഇന്നൊരു ദിവസത്തെ ഗസ്റ്റ് ഹൗസിൽ. പിന്നെ ഗെറ്റ് ഹിയർ ക്വാർട്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, യു വെയിറ്റ് ദേർ. Sorry for the show, sir. ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിന് യു കുഡന്റ് മേക്ക് ഇറ്റ് അല്ലേ? ഐ മീൻ ഇവിടെ റൈറ്റ്സും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രൊഫഷണൽസിന്റെ ഇൻഫോർമൽ ചാറ്റ്സിലൊക്കെ യു ആർ ദി ടോപ്പിക്. rather focus. That's your backbone. The fiber of your spine. ശരിക്കും ഗോസിപ്പ് ഉണ്ടായിരുന്നു.
ഇവിടെ മിനിസ്റ്ററുമായിട്ട് വഴക്കുണ്ടായതും പിന്നെ Sit decently and put your dress properly. IAS training manual copy ഉണ്ടോ കയ്യിൽ? സർ Get it then. Turn to page 6. Chapter 2, clause 6. വായിക്കണം. Immediately on completion of the training at the state headquarters, the probationers will proceed to the district headquarters And they are not entitled to joining time other than transit time for proceeding to the district headquarters. ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനത്ത് നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള യാത്രാ സമയം ഇവിടെ എത്തി ജോയിൻ ചെയ്യാൻ അതിലേറെ വൈകിക്കൂടാ. അതാണ് ചട്ടം. And tell me, why the bloody hell are you late to report? സോറി സർ, ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി വരാലോ എന്ന് കരുതിയിട്ട്. പ്ലഷർ ട്രിപ്പ് അല്ലേ? ടു ബി ഫ്രാങ്ക്, യെസ് സർ. പേരിന്റെ അറ്റത്തൊരു മുഖർജി ഉണ്ടെങ്കിലും ഐ എം ഹാഫ് കേരളൈറ്റ് സർ. അച്ഛൻ ബംഗാളിയാണെന്നേ ഉള്ളൂ. സോ ഈ നാടിനോടൊരു വല്ലാത്ത ഫാൻസി ഉണ്ട് സർ. സ്ഥലങ്ങളൊക്കെ പണ്ടെന്നോ കുഞ്ഞുനാളിൽ കണ്ടൊരു ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ. മണി, സാധനങ്ങളൊക്കെ എടുത്ത് വരെ വണ്ടിയിൽ വെക്കേ. അല്ല സർ, ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ കണ്ട സ്റ്റേ ചെയ്യാം. നോ. സർ, എനിക്കിവിടെ വേറെ പരിചയങ്ങളൊന്നുമില്ല. യു വോണ്ട് നീഡ് ഇറ്റ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് വൈ സർ? ഐ ക്യാൻ. വേണ്ട, തനിക്ക് ഇവിടെ ശരിയാവില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് അല്ല, സൗകര്യങ്ങളില്ല. നിന്നെപ്പോലെ സിറ്റി ലൈഫിന്റെ സ്പീഡും സ്പ്ലെൻഡറും മാത്രം രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വർഗജാതകളായ IAS കുമാരിമാർക്ക് അന്തി ഉറങ്ങാൻ ഈ വീട് പറ്റില്ല, മതിയാവില്ല. ഗസ്റ്റ് ഹൗസിലാവുമ്പോ അസിസ്റ്റന്റ് കളക്ടറുടെ വിശാലമായ അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു AC റൂം തരപ്പെടുത്താൻ കഴിഞ്ഞേക്കും. യു മേ പ്ലീസ് ഗോ നൗ. താങ്ക് യു സർ. Hypocrite. Content. I hate him. Miss Mukherjee. Oh God. I'm sorry, sir. I mean it. No, you don't mean it. ഇവിടെ വന്ന് കയറിയിട്ടിപ്പോ എന്റെ മുമ്പിൽ ഇത് 5ാമത്തെ തവണയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ താൻ ആ വാക്കുച്ചരിക്കുന്നത്. സോറി, ഐ പിറ്റി യു. ദെൻ നാളെ ബി അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. മണി സാർ, താൻ കൂടെ ചെല്ല്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ പറയണം സുദേവനോട്. പറയണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം. കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസത്തെ തടവേ കാണുന്നുള്ള കൃഷ്ണേട്ടാ. ഇത് പറ്റി? അത് കഴിഞ്ഞപ്പോ ജയിലി ആടിയോ? അതൊരു കഥയാണ് മാഷെ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനാർക്ക് ബീഡി എത്തിച്ചു കൊടുക്കലേ ഞാനും മുയാരം പള്ളി അമ്പും പിന്നെ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചൂരിലുണ്ടുള്ള പ്രയോഗം. ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് സെല്ലിന്റെ ഓട് പിടിച്ച് പുറത്ത് ചാടി. മധുര ചാടുന്നതിന് മുമ്പ് പിടി വീണു. പിന്നെ പറയണോ പൂരം, തല്ലി ജീവച്ചവം പോലെ ആയപ്പോ 3നെയും കൂടെ ഒരു വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് അത് കുടിച്ചോളൂ. സുഖം കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇരുപുറം 2 ആള് നിന്നിട്ട്
ഈ രണ്ട് കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറാന്ന് വാരിയിലൊടുന്ന ശബ്ദം. 1, 2 മാഷെ 9 ചവിട്ടി പിടിച്ചത്. 9 കുറെ കാലം മുമ്പാ TV സാഹിത്യോടത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടു. പെൻഷൻ കിട്ടണമെങ്കിൽ വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം ആവണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യില് രേഖ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ. പക്ഷെ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ 2 കണ്ണും നിറഞ്ഞു പോയി. ഏയ്, ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നമ്മൾ ശരിയാക്കും. മേ കം ഇൻ സർ? യെസ് സർ. അല്ല, താൻ കൃഷ്ണേട്ടനെ കൂട്ടി അസിസ്റ്റന്റ് കളക്ടർ കാണണം. ദാ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ, എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം, രാവിലെ. ദ ഫസ്റ്റ് തിങ് ഓൺ മൈ ടേബിൾ. സർ. അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. അല്ലോ? ഓ മൈ ഫുട്ട്. Yes, speaking. Oh God, it's you again. 1 second. Yes, come in. ഇല്ല, വൈകില്ല. Sure. എല്ലാവരും എത്തിയോ? No, I have my car. ഗുഡ് മോർണിംഗ് മാഡം. Can't you see me talking? ഇല്ലല്ല, അതിനിടയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സിന്റെ ശല്യം. Hey, no props. Come on. Hey, no. പെട്ടെന്ന് ഒഴിവാക്കും. In seconds. Oh, that's great. Thank you. ഞാൻ പുറപ്പെടുന്നു. Yes. മാഡം, ഇത് തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ ഒരു പെൻഷന്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് കളക്ടർ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ Please tell me what I am supposed to do. ഇതാണ്. ഇത് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ മാഡം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട്. Sorry, not now. 12:30 എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. And I'm already late. നാളെ ഒന്ന് കണ്ടാൽ മതി. ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. അല്ല മാഡം, അപേക്ഷയുടെ റഫ് ഡ്രാഫ്റ്റ് നാളെ രാവിലെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു കളക്ടർ. So what do you think I am? A stenographer? Yes, you're one. വെറും സ്റ്റെനോഗ്രാഫർ അല്ല, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. നീ മാത്രമല്ല, മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. That of a glorified stenographer. Sir, I didn't mean to. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? Come on, what was your preoccupation? Sir, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർത്തേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിന് അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഓ യെസ്, കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അത് അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ, അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് 3ാമത്തെ ബംഗ്ലാവും പണിയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്, അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിൽ ഇറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ? നോ സർ, ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോntestനെ കുറിച്ച്. യെസ്, there you are. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം. അതല്ലെങ്കിൽ ഒറ്റ പീസ് സ്വിം സ്വീറ്റിനകത്ത് ഒളിക്കാനാവാത്തതെല്ലാം TV ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് എ സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബീൻ എന്ന താളത്തിൽ വിളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്, അല്ലേ? Sir, please stop it. Why? Because I hate your prejudice. അതേടി, I am prejudiced.
എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സർ, ഹോൾഡ് യുവർ ടങ്. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡോർമാറ്റ് മീ. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. യെസ്, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനിച്ച് ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop your bloody rhetoric. Shut up, you. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now you get lost. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറും ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് മോർണിംഗ് ബെഡ് അല്ലേ? തങ്കച്ചൻ സാറിനെ ഒന്ന് തരുമോ പ്ലീസ്? അതെ, തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷയിൽ എഴുതി കൂടാ നിനക്ക്? എടാ പനപ്പൊൽ. ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. പ്ലീസ് മനസ്സിലാക്കി തരാമടാ. ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു. വച്ചിട്ട് പോടാം പരമനാളി. അല്ല സാർ, അയാൾ ഇനി ഇത് വെച്ചു വല്ല? നോ, വിളിച്ചത് കളക്ടറാണെന്ന് അവൻ ജന്മത്ത് വിശ്വസിക്കാൻ പോണില്ല. നീ അഥവാ വിശ്വസിച്ചാൽ തന്നെ ദാറ്റ് ഇസ് ഹിസ് പ്രോബ്ലം, നോട്ട് മൈൻ. കൂടിപ്പോയാൽ അവൻ കളക്ടറുടെ പേരും പറഞ്ഞ് പത്രാധിപർക്ക് അജ്ഞാതന്റെ ടെലിഫോൺ ഭീഷണി എന്ന് നാളത്തെ മോർണിംഗ് ബേഡിൽ ഒരു 6 കോളം തലക്കെട്ട് കൊടുക്കും, അത്ര തന്നെ. മിസ് മുഖർജി, ഇതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. കളക്ടർ അല്ല, ചീഫ് സെക്രട്ടറി ആയാലും ശരി, ചില സിറ്റുവേഷനിൽ എടുത്ത് വീശാൻ ഇതുപോലെ 4 തൊട്ടിവാചകം പഠിച്ചു വെക്കുന്നത് നല്ലതാ. എങ്കിലേ ജീവിക്കാൻ പറ്റൂ ഈ പുലമാരുടെ ഇടയിൽ. പിന്നെന്തായി നമ്മുടെ ടെലിഫോൺ ബൂത്ത് അന്വേഷണം? ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഗസ്റ്റ് റൂമിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കം ഓൺ മാൻ, വാട്ട് ഇസ് ദ ട്വിസ്റ്റ്? സാർ, ഇത് ബഷീർ. ഡേവിഡ്സ് റോഡിൽ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. ഇയാൾക്ക് ഒരു പരാതി ബോധിപ്പിക്കാനാണ് എന്നെ വന്ന് കണ്ടത്. യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഇല്ല സർ, May 4th, അതായത് ലഹള നടന്ന ദിവസം, പെങ്ങളുടെ വളയിടിയിൽ പ്രമാണിച്ച് ഇയാൾ അന്ന് ബൂത്ത് തുറന്നിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ആരോ ബലം പ്രയോഗിച്ച് ഇയാളെ ബൂത്ത് തുറന്ന് ഫോൺ ചെയ്തു. പിറ്റേന്ന് തന്നെ ലോക്കൽ സ്റ്റേഷന് കംപ്ലൈന്റുമായിട്ട് ഇയാൾ ചെന്നതാ. ബട്ട് ഇയാളുടെ കഷ്ടകാലത്തിന് എന്തോ ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് DYSP ചാക്കോ വാസ് ദെയർ. പറയണം. ഇടത്തോട്ട് മുണ്ടെടുത്തിരിക്കുന്ന കണ്ടിട്ട് ജകളക്കാരനല്ലേടാന്നും പറഞ്ഞ് തുടക്കത്തിൽ തന്നെ 1-2 അടി അടിച്ചു സാർ. പിന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് പെടുത്താതിരിക്കാൻ സ്പോട്ടിൽ തന്നെ ഒരു 500 രൂപ കൈമടക്ക്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും കോൺസ്റ്റബിളന്മാരെയൊക്കെ ബൂത്തി പറഞ്ഞയച്ച്
ആവശ്യം പോലെ 50, 100 ഒക്കെ നിത്യപ്പിരിവ്. അതും പോരാഞ്ഞിട്ട് Now you come to it, man. സർ. No, just a minute. ബഷീർ പോയിക്കോളൂ. ഇനി ആരും ഉപദ്രവിക്കില്ല, ഞാൻ പറഞ്ഞോളാം. ഓ യെസ് സർ, ബൂത്ത് പൊളിച്ച് അകത്ത് കയറി ഫോൺ ചെയ്തത് മധുവാണ്, ഞാൻ ഊഹിച്ചു. ദാ കൃത്യം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മധുവിന്റെ വീട്ടിലെ നമ്പർ. പിന്നെ ദാ ഇതാണ് സർ നമ്പർ. ഈസ് ഇൻ ദാറ്റ് ഫെമിലിയർ? യെസ്, ദാറ്റ് മീൻസ് മരിക്കുന്നതിന് കുറച്ചു മുൻപ്, അല്ലെങ്കിൽ ലഹള തുടങ്ങുന്നതിന് മുമ്പ് മധു കമ്മീഷണർ ശങ്കറുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചിരുന്നു. What does that mean, sir? സിമ്പിൾ. ലഹളയ്ക്ക് മുൻപും പിൻപും ഇവിടെ നടന്ന സംഭവങ്ങളിൽ കമ്മീഷണർ ശങ്കർ ഈസ് ഇൻവോൾവ്. ഉറപ്പാണത്. Oh, Christ. It's shocking. വേറെ നിവൃത്തിയില്ല. കയ്യെത്തിപ്പിടിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാൾ. പ്രസാദ് സർ, ഈ ഡോക്ടർ വിജയന്റെ പോസ്റ്റ്മോർട്ടം ഇറ്റ്സ് ഓവർ അല്ലേ? സർ, വൈകിട്ട് 4:30 കഴിഞ്ഞു. ബോഡി ബന്ധുക്കൾക്ക് യു വാസ് ഡ്രഗ്ഡ്, റൈറ്റ്? സർ. Damn it. മലയാളം അയ്യോ? Yes, sir. But say... Then read this. Loud. Something sneaky in between the lines. ഈ റിപ്പോർട്ടിൽ എവിടെയോ ഒരു കുരുക്കുണ്ട്. Come on. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് No, next para. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. Yes. That's it. രാവിലെ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി 4:30 മണിക്ക് അവസാനിച്ചു. ആൻഡ് ദ റിപ്പോർട്ട് ജസ്റ്റ് കെയിം, റൈറ്റ്? സർ. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അച്ചടിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയ തങ്കച്ചന്റെ മോർണിംഗ് ബേർഡിൽ മാത്രം ഇതെങ്ങനെ വന്നു? സംഭവം പെത്തഡിനാണെന്ന് ഹൗ ദ ഹെൽ ഡസ് ഹി നോ? മറ്റൊരു പത്രത്തിലും വരാത്ത ഈ ഹിന്റ്. സർ, അതൊരു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയും പോലെ മുൻപ് ഇയാൾ ഒരു പെത്തഡിൻ മോഷണ കേസിൽ അക്യൂസ്ഡ് ആയതുകൊണ്ട് ഇവർ ഊഹിച്ചതാണെങ്കിലോ? നോ, സംഭവം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഊഹിച്ചതല്ലെങ്കിലോ? സിറ്റിയിലെ ട്രാഫിക് ചാർജ് തനിക്കല്ലേ? സർ. Then just kick him in. Be with him. Part of your police training. അല്ല സർ. വഴിയുണ്ടോ? പറയാം. തനിക്കറിയില്ലേ ഈ നഗരത്തിലെ ഒരു 1ാം കിട മദ്യപാനിയാണ് തങ്കച്ചനെന്ന്? Go. Grab him. പോക്കർത്തനം കാണിക്കുന്നോ? പന്ന. ആ, അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. ഓ, നമ്മളാണോ ഇപ്പൊ ഇടിച്ചതാണല്ലോ? ആ, അതാണ് വാട്ടർ അടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം. ഞാൻ വാട്ടർ അടിച്ച തനിക്കെന്താടോ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ. അതെ, പോലീസുകാരനായാലും മന്ത്രിയായാലും പത്രക്കാരനായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈയിടയ്ക്കൊരു മന്ത്രി അടിച്ച് പൂക്കുറ്റിയായി ട്രെയിനിൽ കിടന്ന് കലക്കിയില്ലേ? അതായിരിക്കും ഇൻസ്പിറേഷൻ. ആക്കുന്നോ പന്ന? Mind your language. അയ്യോ, ഇവളേതാ ഈ പെങ്കൊച്ച്? പോലീസാണോ അതോ? Shut up, you sock. ഓ, ആ, മതി മതി, പിടിച്ച് വണ്ടി കൊണ്ടിട്. ഇത് പറയാനാണെങ്കിൽ പിന്നെ ആരെ കഴിവാറ്റാനാണോ താനൊക്കെ കാക്കിയിട്ട് നടക്കുന്നത്? ഫോൺ വെക്കണം. ബ്ലഡി അറിയില്ല, ഒരുത്തനും അറിയില്ലട്ടെ. ഗുഡ് ഫോർ നത്തിങ് ക്ലൗൺസ്. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കസ്റ്റഡിയിലായിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അയാളെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലത്രേ. കീഴട്ട് കഴുതകൾ. ഒരു IAS കാരൻ, അവന്റെ പുറകെ കടിച്ചു വാലാട്ടി നടക്കാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ അവന്റെ ആസനം താങ്ങി കൊടുക്കാൻ നിന്നെപ്പോലുള്ള ചെറ്റകളും. നോക്കിക്കോ, ഇതിന്റെ പേരില് ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും.
അല്ല സാർ, ഇനിയിപ്പോ നമ്മള് യെസ് കമ്മീഷണർ. ഓഹോ, താങ്ക് യു അനന്തൻ. എനിക്കറിയാം ദാറ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഞാനിപ്പോ തന്നെ പുറപ്പെടും. പോലീസിനെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ വേറെ ആണുങ്ങളോട് തിരഞ്ഞു പിടിക്കാൻ നോക്കിക്കോ. ഇവിടെ പോലീസിനെ ഭരിക്കുന്ന IAS ആണോ IPS ആണോ എന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. ഐ വിൽ പ്രൂവ് ദാറ്റ്. യെസ് സർ. ഹോട്ട് സെൻസേഷണൽ ന്യൂസ്. മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 ഗുണത്തിന് വകുപ്പുണ്ട്. എന്താടോ, ഒന്ന് കൊടുത്തു നോക്കുന്നോ? എടോ കളക്ടറെ, MPയുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപ്പത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. ആ പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസും അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് പറ കണ്ട് പേടിക്കണമെങ്കിലേ തങ്കച്ചൻ വേറെ ജനിക്കണം. കേട്ടോ ചൂത്ത. അവന്റെ ഒരു ഉണക്ക പത്രം, MP-യുടെ വക പാർട്ടി, MP-യുടെ കള്ളു കുടിക്കുന്നവരൊക്കെ പെരുവഴിയിൽ ഇറങ്ങി എന്ത് തലവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരിൽ നിനക്കൊക്കെ എന്ത് തന്തയിലാണ്? സർ പ്ലീസ്. സോറി. പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തഡിനും ബ്രൗൺ ഷുഗറും. പറയാം. നിന്നെ പറ്റും. I said, take your hands off him, you fool! You? No. IAS-ന്റെ അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ അല്ലടാ? Think he's weak. Now, I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച്. Show me what you can. പാടോ. Mr. Commissioner. Thank you. I should thank you. എന്തിനാണെന്നല്ലേ പറയാം. മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം
ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Right? Clap. Okay. Now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെയല്ലോ. On multifarious charges, that is for driving under the influence of alcohol, Section 185 Motor Vehicles Act, punishable as per Section 279 of the Indian Penal Code. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന്. Then for resisting lawful apprehension, Section 41(1) ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടുരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility, 292 IPC and Section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തന്റെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കെൽപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. Now take your ugly hands off, you nasty ass. ദായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. क्या समझते हैं आपने आपको? मैं तो तेरी काल खींच रख दूंगा. देखना अंगार को, देखना क्या समझता है. विक्रम, ये क्या हो रहा है विक्रम? क्या हो रहा है? इस साले कुत्ते ने अपने सारे प्लान बर्बाद कर दिए. इस सुअर के बच्चे को आज इस अंगार में भून के अब छोड़ दो विक्रम. जेके प्लीज डोंट. छोड़ना यार. जेके मेरी बात सुन. इस साले ने क्या गर्दी उसी का है? फिर गर्दी तेरा है विक्रम, सिर्फ तेरा. ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് യന്ത്രത്തോക്ക് സംസ്കാരം ഇറക്കുമതി ചെയ്യാനെത്തിയ വീരശൂര പരാക്രമിയായ വിക്രം ഖോർപ്പടെ ശത്രുവിനെ നിഗ്രഹിച്ചു വരാൻ നിയോഗിച്ചയച്ചത് ഇവരെ പോലുള്ള പീറകളായതുകൊണ്ട്. तूने फेस दिया ना जैसे खैर लोगों को, इसलिए. देखा गाली तो सिर्फ अपन को मिलता है ना, क्या और सुनना चाहता है तू? सरफा सब लोग निकल जाओ यहां से. और फिर ഫോറൻസിക് സെന്ററിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ആളാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഭാഗ്യം. ये सही कहता है भाई साहब. इस खेल में कभी कभी हार भी होता है ना. आप उनको बताओ कि आप उन क्या काम करेंगे. आप ഫോർഗെറ്റ് ദി എപ്പിസോഡ്. അവർ സുനോ, ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് നിന്റെ മസിൽ പവർ മതി, മണ്ട വേണ്ട. आज से सभी प्लानिंग हम खुद करता हूं, ठीक है? ठीक है बाबा. ताकत मेरी और दिमाग तुम्हारा, बिल्कुल चलेगा. अबे ओए, कौन है वहां पे? साहब मिनिस्टर आया है. നമസ്കാരം. നമസ്കാർ ജി. ജോൺ വർഗീസ്. एक बार मिला था ना आपसे बंबई में. മിലാദ. അത് പണ്ട് വേറെ ഏതാണ്ടൊരു ഏർപ്പാടിനാണ്. അയ്യോ എന്തൊരു ഓർമ്മശക്തി എന്റെ പൊന്നച്ചോ നമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ താവളം വരെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട് അല്ലെ. വെടിയും വേളമൊക്കെ കഴിഞ്ഞതിന്റെയാ. വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വഴിനീള ചെക്കി എന്റെ തല പുറത്ത് കാണിക്കാൻ പറ്റിയാല. പിന്നെ ഇയാളെല്ലാം മാനേജ് ചെയ്തു.
ടെൻഡർ മുതൽ ഇങ്ങോട്ട് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇതാ ഓലാഥാന പ്രമോദ് ദാസ് ഗുപ്ത ആൻഡ് സൺസ് കൽക്കട്ട. ഇവരുടെ കയ്യിൽ നിന്ന് ഇയാള് റൂറൽ ഇറിഗേഷനുള്ള വേൾഡ് ബാങ്ക് സ്കീമിൽ പെടുത്തി പൊട്ടിയതും പറഞ്ഞതും എല്ലാം കൂടി ഒരു 250 crores പൈപ്പ് വാങ്ങിച്ചു. വാരി കോരി കൊടുക്കാൻ നാട്ടിൽ കണ്ടപാനം വെള്ളമുണ്ടായിട്ടൊന്നുമല്ല. പൊട്ടിയതായാലും പറഞ്ഞതായാലും പൈപ്പല്ലേ പൊന്നെ. വെറുതെ മണ്ണിന്റെ അടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെണ്ണി നോക്കാനാ? അല്ലേ വിക്രംജി? അറ്റ് 20% കമ്മീഷൻ, അതായത് 50 കോടി. ഡീൽ സൈൻ ചെയ്ത അന്ന് തന്നെ കൽക്കട്ടയിലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് അവർ ഇയാൾക്ക് 15 കോടി കൊടുത്തു. 15 crores. അത് ഇയാൾ ഒറ്റയ്ക്ക് അങ്ങ് വിഴുങ്ങി. അയ്യോ, ആ 15-നല്ലയോ നമ്മുടെ ഇട്ടിച്ചന്റെ പേരില് കുളത്തൂപ്പുഴയില് ഇല്ല 2000 ഏക്കർ. പിന്നെ ബാക്കി ബാക്കി ഇത്തവണ ലോക മലയാള സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോ ഒരു കൊച്ചു മീൻപിടുത്ത കപ്പലിന് അഡ്വാൻസ് കൊടുക്കാൻ പാകത്തില് $ആക്കി തരാമെന്ന് ഏറ്റതാ ആ ഒടുക്കം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം മൂക്കറ്റം കടത്തിലായി പോയി പൊന്നച്ചോ. ആ മതി. ഡൽഹിയിൽ നിന്ന് 1-2 തവണ ഞാൻ ഈ ഗുപ്തയെ നേരിട്ട് വിളിച്ചു നോക്കി. ബട്ട് ഓഫ് നോ യൂസ്. ബംഗാളിൽ നിന്നുള്ള 2 MP-മാര് ഇവന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ചുമ്മാ ശമ്പളവും പക്സും വാങ്ങുന്നവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ വകവച്ചില്ല. വാലി ഹിൽസിലെ വെപ്പാട്ടിയുടെ കൂടെ പുറക്കാൻ ഈ ഗുപ്ത മാസത്തിൽ 2 തവണ ബോംബെക്ക് പറക്കും. ദാറ്റ് ഈസ് റൂട്ടീൻ. അവിടുന്ന് അവനെ പോകണം. പിഴിയണം. അവൻ തൂറിക്കൊണ്ട് ബാക്കി പണം തരും. വോട്ട് കാണിക്കണം. ठीक है भाई साहब, खींच के निकालूंगा 35 करोड़ उस गुप्ता साले से. आप उनको 10 करोड़, तेरे को भी 10 करोड़ और चेके को बाकी 15 करोड़. അയ്യോ 25 എനിക്ക് മേ ബാക്കി തും ആപ്പ്. പരമ മാറി. ആപ്പ് കോപ്പ്. യെസ് ഓർ നോ, അല്ലെങ്കിൽ നമുക്കിതിവിടെ ഈ നിമിഷം പൊതിഞ്ഞു കേട്ടാ. അയ്യോ വേണ്ട. യെസ്, 100 വട്ടം യെസ്. സമ്മതിച്ചിരിക്കുന്നു പൊന്നച്ചോ. ആ പിന്നെ താനിപ്പോ സംസ്ഥാന മുഖ്യന്റെ സബ്സേ ബെടാ ചംചയല്ലേ? താഴേന്ന് നക്കി അങ്ങ് മേലോട്ട് ചെല്ലുമ്പം നടുവിൽ വെച്ച് നിർത്തിക്കളയും. അയാളുടെ ചെവി കൂടെ ഒന്ന് ഞറങ്ങിക്കോണം. എന്നിട്ട് ആ കളക്ടർ കഴിവേരുടെ തൊലിയൊന്ന് ഉരിച്ചെടുക്കണം. കേട്ടല്ലോ? പ്ലാൻ ദാറ്റ്. മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ച് മെനക്കെടണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ പറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറാക്കിയാണ് ഇജ്ജ്. അനക്കെതിരെ എന്തൊരു കാറ്റ്. അല്ല, നല്ല കാറ്റേ. എന്താ പൊട്ടം കളിക്കുക? അയ്യോ അല്ല സാർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായി പോയി. നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സി എം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർക്കിച്ചായന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും എനിക്കുണ്ടാകാറില്ല. നോ, ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദി ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ. വേണ്ട സർ,
അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. പാവം. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടുരിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. യു കുഡ് ഹാവ് സ്കോർഡ് ദെൻ, സ്കോർഡ് ലൈക്ക് ഹെൽ. അയ്യോ, മുഖ്യമന്ത്രിയുമായ ഒരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ കണ്ടോ, ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ക്ഷോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്ത് ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും, പിഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിലൊരുത്തൻ കോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ. നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കികളുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില് ഐ വിൽ എമർജ് ആസ് ദി ഓംനിപോട്ടന്റ്, പാർട്ടിയിലെ സർവശക്തൻ. So be there. I will warn you. അന്ന് ഈ രാജ്യത്തെ ഏത് കേറി പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. The most belligerent officer around. എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. I will lift you. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, beneath me. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം, ഉണ്ടാവും. As my personal secretary in Delhi. Wait until then. It is as simple as... Yes. I will oblige. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും, നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്. Or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. Good morning, sir. Bon voyage. What the hell is this? Hey, don't panic. പാടില്ല.
അതെന്താ ഈ ആരാധകരുടെയും അനുയായികളുടെയും മുന്നിൽ വെച്ച് ഒരു മോസ്റ്റ് ഒബീഡിയൻ ഡോഗിനെ കണ്ട് നിങ്ങളെങ്ങനെ നടുങ്ങിയെന്ന് വന്നാൽ ദാറ്റ് വിൽ ടെലഫോൺ യുവർ സ്പൈൻ. വെറുതെ നട്ടലിന് പേര് ദോഷം ഉണ്ടാവും. എന്ത് പുല്ലാണോ എനിക്കിപ്പോ വേണ്ടത്? ബ്ലെസ്സിങ്സ്. സർവശക്തനായി തിരിച്ചു വരാനുള്ള പുറപ്പാടല്ലേ. അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ മുൻകൂറായി വന്ന് വാങ്ങാമെന്ന് കരുതി. അല്ല സാർ, ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യവിടോ. ജഗന്നിയന്താവ് നേരിട്ട് ചെല്ലുകയല്ലേ പറക്കാൻ. ഏതാകാശ നൗകയും കാത്തുകിടക്കും ദാ ഇവിടത്തേക്ക് വേണ്ടി. സാർ, അത് നാണക്കേട് എനിക്കില്ല. യു മേ പ്ലീസ് ആസ്ക് ദം ടു ഷട്ട് അപ്പ്. സ്റ്റിൽ ബെലിജറൻസ്. അനന്തനെ ജീവനോടെ കയ്യിൽ കിട്ടിയതിന്റെ തിളപ്പാ നിനക്ക്. എനിക്കറിയാം. ബട്ട് പിറ്റി നോക്കിക്കോ, ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് he will be a free bird. നിന്റെ ചിറകിനടിയിൽ നിന്ന് അവനെ റാഞ്ചിയെടുത്ത് പറക്കാൻ പറ്റിയ കഴുകന്മാരെ കൂട് തുറന്ന് വിട്ടിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദം. ജസ്റ്റ് യെസ്, വിത്ത് പ്ലഷർ. ഗുഡ്. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കേറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക്? നിന്റെ ഈ തല. കഴുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. കീപ് ഇറ്റ് ഫോർ മീ. യെസ്, ഐ വിൽ കീപ് ദിസ് ഫോർ യു. പക്ഷേ നീയും വിക്രം ഗോർപ്പടയും വിലക്കെടുക്കപ്പെട്ട കുറെ ഗുണ്ടകളും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ പിന്നെ 14 ലോകങ്ങളും കാൽ കീഴിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നിന്റെ ഈ nauseating മെഗലോമാനിയ, ഇനിയൊരു തവണ കൂടെ മുഖാമുഖം നിൽക്കുമ്പോഴും ഈ വീറും വീരസ്യവുമെല്ലാം ഇതേ അളവിൽ തന്നെ ബാക്കിയുണ്ടാവണമെന്ന് പ്രപഞ്ചത്തിലെ പേരറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചോളൂ ജയകൃഷ്ണൻ. യു വിൽ നീഡ് ദാറ്റ് ഡിയർലി. ആ പിന്നെ ഇതിവിടെ തന്നെ ഉണ്ടാവും നേതാവേ, പരിക്കുകളില്ലാതെ, ഇൻടാക്ട്. പക്ഷേ നിനക്ക് കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനല്ല, നിനക്ക് കെണിയൊരുക്കാൻ. ജസ്റ്റ് ടു ഹാച്ച് യുവർ ട്രാപ്പ്. അന്ന് നിന്റെ അറ്റുപോകുന്ന ആത്മവീര്യം വീണ്ടെടുക്കാൻ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ചു പഠിച്ചിട്ടില്ലാത്ത ഈ എരപ്പക്കൊടിച്ചികളുടെ മുദ്രാവാക്യം മതിയാവില്ല ജയകൃഷ്ണൻ. നത്തിങ് വിൽ സഫൈസ് ടു സാൽവേജ് യു. കേട്ടോടാ, കേട്ടോടാ കള്ളം.
साहब, हमने कुछ गलती नहीं किया है, सब उन्होंने किया है। एमपी ने, उन्होंने जो कहा हमने किया साहब। गलती तो उसी का है। हमको छोड़ दो साहब, आप उनको छोड़ दो। प्लीज कलेक्टर साहब, जीने दो अपन को। हमने कुछ नहीं किया है, प्लीज। आंखों से आग निकलने वाले अंडरवर्ल्ड डॉन, आधा मुंबई का टेरर, अंधेरी का शेर, और अभी तुम पूंछ अपनी पैरों के बीच में लगा के कांपता है, चिल्लाता है, कुत्ता जैसे। तूने एक बेचारी लड़की पर गोली चलाया था ना कल, सिर्फ अपनी शौक के लिए। जी मैं आपके पैर पड़ता हूं, हाथ जोड़कर, प्लीज देखिए। മാഫി മാങ്ങാ പട്ടി ഇപ്പൊ സ്വന്തം ജീവൻ ഇവിടെ കരഞ്ഞു നിലവിളിച്ച് ഭിക്ഷയാചിക്കാൻ അന്ധേരിയിലെ സിംഹത്തിന് ഉടുപ്പില്ലടാ പന്ന. तो लो और चलाओ गोली मुझ पे, कम ऑन.
Shit. Hey, what is this? Get lost. സ്വീകരിച്ച് ആനയിക്കാൻ എയർപോർട്ടിൽ എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് സർ. പക്ഷേ ചില കടലാസുകൾ തയ്യാറായി കിട്ടാൻ ഒരു അല്പം വൈകിപ്പോയി. ഐ ആം റിയലി സോറി. What the damn are you up to, Joseph? Simple. I want you, and I have come to take you. ശങ്കർ, നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റണോ ഈ പട്ടിയെ? ജോസഫ്, ഐ സെറ്റ് ലീവ് ഹിം. നിയുക്ത കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ചാർജ് എനിക്കാണ്. തടയുന്നത് ആരായാലും ശരി, ഐ വിൽ ഹാവ് ടു യൂസ് ഫോഴ്സ്. Come on, then do it. കൈയെടുക്കണം. Mind you, ഇപ്പോൾ മുതൽ നിന്റെ തലയിലെ കിരീടമില്ല. മുകളിൽ നിന്നുള്ള അടിയന്തര ഉത്തരവ് പ്രകാരം യു ആർ അണ്ടർ സസ്പെൻഷൻ. ദാ ഇന്നു മുതൽ ആൾ അപകടകാരിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് നീക്കങ്ങളെല്ലാം രഹസ്യമായിരുന്നു മിസ്റ്റർ ശങ്കർ. ദാ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ്. ഒരു കീഴുദ്യോഗത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ലെന്നറിയാം. സോ ഹിയർ ഇസ് IG വേദനായകം ഫ്രം IB ഡൽഹി. ടേക്ക് ഹിം പ്രസാദ്. സർ, തൊപ്പിയില്ലെങ്കിൽ പിന്നെ നീ ആരോടെ കുറയ്ക്കുന്നേ? നടക്കണം സാറേ. ഓർത്തോളൂ ജോസഫ്, ഐ വിൽ മേക്ക് യു റിഗ്രറ്റ് ദിസ്. കം ഓൺ. നിയുക്ത കേന്ദ്ര സഹമന്ത്രിക്ക് തിടുക്കമുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല സർ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വെറും ഒരു പിണിയാളിനെ തളച്ചതുകൊണ്ട് എന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. ഐ ഹാവ് കം ഫോർ യു. Come on, take me out of this mess. Don't you move, officer. This is an order from the district collector. തൊണ്ടകീറി ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ വെറുതെ വിളിച്ചു കൂവണ്ട. വന്നത് തിരിച്ചു പോവാൻ തന്നെയാണ് ഞാൻ. പക്ഷേ പോകുന്നത് തനിച്ചാവില്ലെന്ന് മാത്രം. ധീരനെന്നും വീരനെന്നും ആശയെന്നും അഭിലാഷമെന്നും ഒക്കെ നിങ്ങൾ വാഴ്ത്തുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവുണ്ടല്ലോ, ഇദ്ദേഹവും ഉണ്ടാവും എന്റെ ഒപ്പം. അണ്ടർ അറസ്റ്റ്. എന്തിനാണെന്നല്ലേ പറയാം. കൊള്ളയും കൊള്ളിവയ്പും കള്ളക്കടത്തും കൊലപാതകങ്ങളും അടക്കം കുറേയേറെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ. No! മുൻപ് ഇവിടെ നടന്ന ലഹളയുടെ മറവിൽ കൊല ചെയ്യപ്പെട്ട ജേർണലിസ്റ്റ് മധു, മയക്കുമരുന്ന് കുത്തിവെച്ച് മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ഡോക്ടർ വിജയ്, ഇവന്റെ അനുജൻ, പിന്നെ കമ്പ്യൂട്ടർ സെല്ലിലും ഫോറൻസിക് ലാബിലും നടന്ന അക്രമങ്ങളിൽ വെടിയേറ്റ് വീണവർ, കമ്പോള തെരുവിലടക്കം ഈ നഗരത്തിൽ അരങ്ങേറിയ കൂട്ടക്കുരുതികളിൽ വെട്ടിയും കുത്തിയും വെന്തും മരിച്ച നിരവധി നിരപരാധികൾ, ഒടുവിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ അനുരാ മുഖർജി. ഈ നരഹത്യകൾക്കെല്ലാം പിന്നിൽ ഈ നിൽക്കുന്ന മാന്യദേഹമുണ്ടെന്ന് തെളിയിക്കാൻ പോകുന്ന രേഖകളാണിത് മുഴുവൻ. പിന്നെ ജലാലും തങ്കച്ചനും ടോണിയും അനന്തരും അടക്കമുള്ളവരുടെ മൊഴികൾ, സത്യവാങ്മൂലങ്ങൾ. ബോധ്യമാവുന്നില്ലല്ലേ? അടയാളങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ജയകൃഷ്ണൻ. Come on, bring him. Come on, get down. ദാ ഇവൻ സ്വന്തം ജനതയ്ക്ക് ജയകൃഷ്ണൻ MP-യുടെ പാരിതോഷികം, ബോംബെ കലാപങ്ങളിലെ പങ്കാളി വിക്രം ഘോർപടെ. ദാ ഇത് നിറയെ നിങ്ങളെപ്പോലെയുള്ള പട്ടിണി പാവങ്ങളുടെയും ഇടത്തരക്കാരുടെയും ഇടയിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടാൻ ഇവർ ചേർന്നൊരുക്കിയ പദ്ധതികളുടെ ബ്ലൂ പ്രിന്റ്സ്. ഇത് ഇവന്റെ ഗോഡൌണുകളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മാരകമായ സ്ഫോടക വസ്തുക്കളുടെ സ്ഥിതിവിവര കണക്കുകൾ. ബുൾഷിറ്റ്. കാൽക്കാശിന് വിലയില്ലാത്ത നിന്റെ അടയാളങ്ങളും തെളിവുകളും, പിന്നെ കോട്ടും സൂട്ടും അണിഞ്ഞ് കെട്ടിയെടുത്ത കുറെ പീറ പോലീസുകാർ.
എന്നെ പോലൊരു ജനപ്രതിനിധിയെ വിലങ്ങ് വയ്ക്കാൻ നിന്റെ ഈ സന്നാഹങ്ങൾ മതിയാവില്ല ജോസഫ്. I am too big a bite for you. Yes, you are too big and too privileged. നീതിയും നിയമങ്ങളുമെല്ലാം മറികടക്കാൻ അനന്തമായ അവകാശങ്ങളും അധികാരങ്ങളും കൽപ്പിച്ചു കിട്ടിയ ജനങ്ങളുടെ പ്രതിപുരുഷൻ, the chosen representative. പക്ഷേ പൗരാവകാശത്തിന്റെ പരമോന്നത മുദ്ര പതിപ്പിച്ചു തന്ന് നിന്നെയൊക്കെ തെരഞ്ഞെടുത്തു പോയി എന്ന ഒറ്റ അപരാധത്തിന്റെ പേരിൽ നീയും നിന്നെ പോലെയുള്ള നേതാക്കന്മാരും ഇത്രയും കാലം കാൽ കീഴിലിട്ട് നിഷ്ഠുരമായി ചവിട്ടിയരച്ചത് ഈ നിൽക്കുന്ന ജനങ്ങളെ തന്നെയാണ് ജയകൃഷ്ണൻ. ദാ ഇവരെ ഓരോരുത്തരെയും. And for that you are a filthy, stinking cheat. You? അതേടാ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അത്താഴപ്പട്ടിണി കിട്ടി മിച്ചം പിടിക്കുന്ന കാശുകൊണ്ട് നിനക്കൊക്കെ വേണ്ടി ബാൻഡും ബാനറും ചുവരെഴുത്തും സ്വീകരണവും നോട്ടുമാലയും ഒക്കെ ഒരുക്കുന്ന ഈ പാവങ്ങളുണ്ടല്ലോ. ഖദറിന് കഞ്ഞു പിഴിയാൻ പോലും ശേഷിയില്ലെങ്കിലും നിന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ജയിൽ കയറാനും മടിയില്ലാത്ത ഈ പാവം പമ്പര വിട്ടികൾ. ചോരയും നീരും കണ്ണീരും വിയർപ്പും ജീവനും വരെ തീരെഴുതി തന്നാലും പിന്നെയും നീയൊക്കെ കഴുതകളെന്ന് പരസ്യമായും രഹസ്യമായും വിളിക്കുന്ന ഈ ഇരുകാലികൾ ജനങ്ങൾ, ഇവരുടെ ചിലവിൽ മേലിൽ ഒരു ആർഭാടവും നിനക്ക് പാടില്ല ജയകൃഷ്ണൻ. ഇവരുടെ പേരിൽ മേലൊരു അവകാശവും നിനക്ക് ഞാൻ തരില്ല. ഇറ്റ്സ് മൈ മീൻസ്, മൈ എൻഡ് ആൻഡ് മൈ മിഷൻ. ഐ വുഡ് നോട്ട് സ്പെയർ യു. ഇത് IB Assistant Director Uday Rao IPS from Andhra Pradesh. No, call me Joseph. Joseph Alex. You are very important and very, very special guest, sir. Take him. भारत माता की